നമസ്കാരം. ആര് തെറ്റ് ചെയ്താലും അത് നമ്മൾ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. നിയമപരമായി നിലനിൽക്കണം എന്ന് മാത്രമാണ് നമ്മുടെ ആവശ്യം. നിയമപരമായി നിലനിൽക്കാത്തൊരു കാര്യം പറഞ്ഞാൽ നാളെ തിരിച്ച് നമുക്കെതിരെ കേസ് വരും. അതുകൊണ്ട് തന്നെയാണ് ക്രൈം നിയമപരമായി നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമേ സപ്പോർട്ട് ചെയ്യാറുള്ളൂ. അതേ സമയത്ത് ധാർമ്മികമായി തെറ്റ് ചെയ്യുന്നവരെ ചൂണ്ടിക്കാണിക്കും. അത് സ്വാഭാവികമാണ്. ഞാൻ ഇത്രയും പറഞ്ഞു വരുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതികൾ 3 വന്നു. ഈ 3 മൂന്നും കെട്ടിച്ചമച്ചതും നിലനിൽക്കാത്തതും അതേസമയത്ത് റേപ്പ് എന്ന് പറയുന്ന സംഭവം എവിടെയും ഇല്ലാത്തതാണ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം, ഇന്ത്യൻ സുപ്രീം കോടതി വിധികൾ പ്രകാരം 3 കേസുകളും ചവറ്റുകൊട്ടയിൽ എറിയേണ്ട കേസുകളാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധികളെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എടുക്കേണ്ട കേസുകളാണ് പോലീസിനെതിരെ. കാരണം പോലീസാണ് സുപ്രീം കോടതി വിധികളെല്ലാം പഠിക്കേണ്ടത്. ആദ്യത്തെ കേസിലും രണ്ടാമത്തെ കേസിലും മൂന്നാമത്തെ കേസിലും സമാന സ്വഭാവത്തിൽ ഒരേ ആൾ തയ്യാറാക്കിയ തിരക്കഥയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിണറായി വിജയന്റെ കാഞ്ഞ ബുദ്ധി പ്രകാരം ഒരേ സ്വഭാവമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എന്ന് വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഒരേ അഡ്വക്കറ്റിനെ കൊണ്ട് സമാന സ്വഭാവത്തിൽ പരാതികൾ തയ്യാറാക്കിയത്. അതിലേറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം, കുഞ്ഞ് വേണം, ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ ഭീഷണി, അത് ഗർഭഛിദ്രം നടത്താനുള്ള ഭീഷണി എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. വിവാഹ വാഗ്ദാനം ആദ്യം, പിന്നെ കുഞ്ഞ് വേണമെന്നുള്ള വാഗ്ദാനം, അങ്ങനെയുള്ള സ്ഥിരം സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുക. പിന്നെ ബലാത്സംഗമാണ് കയറിയപാടെ ബലാത്സംഗം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാത്തിലും ഒരേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. എഴുതിയ ആൾക്ക് എന്തായാലും നല്ല ക്രിമിനൽ ബുദ്ധിയുള്ള ആളാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇതൊന്നും നിലനിൽക്കാത്തത് തെളിവുകളെല്ലാം എതിരാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഏറ്റവും പുതിയ ഇപ്പോഴത്തെ തിരുവല്ലക്കാരിയായ കാനഡയിൽ ജോലി ചെയ്യുന്ന അതിജീവിതയുടെ പരാതി കണ്ടാൽ അത് പരാതി പോലീസ് സ്റ്റേഷനിൽ വന്ന പാടെ എടുത്ത് വലിച്ച് അവറ്റുകൊട്ടയിൽ എറിയേണ്ടതാണ്. കാരണം അവരുടെ പരാതി കിട്ടിക്കഴിഞ്ഞാൽ, ഇമെയിൽ വഴി കിട്ടിക്കഴിഞ്ഞാൽ അവരെ വിളിച്ചു വരുത്തണം. ബലാത്സംഗ കേസിൽ കൃത്യമായി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഇരയുടെ മാത്രമല്ല പ്രതിയുടെയും കംപ്ലീറ്റ് കാര്യം കേട്ടിട്ട് മാത്രമേ കേസ് എടുക്കാവൂ. കാരണം ഇത്തരത്തിൽ വ്യാപകമായ രൂപത്തിൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് പുരുഷന്മാരെ വലയിൽപ്പെടുത്തുന്ന, കള്ളക്കേസിൽ കുടുക്കി ജയിലടയ്ക്കുന്ന ധാരാളം സ്ത്രീകൾ രംഗത്ത് വന്നിരിക്കുകയാണ്. പണത്തിന് വേണ്ടിയിട്ടാണ്, തട്ടിപ്പിന് വേണ്ടിയിട്ടാണ്. ആ സന്ദർഭത്തിൽ അവരുടെ കാര്യലാഭം നടക്കുന്നില്ലെങ്കിലാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പരാതികൾ വളരെ സുസൂക്ഷ്മം പരിശോധിക്കണമെന്നാണ്. എന്നാൽ അങ്ങനെ ഒരു പരിശോധനയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് എടുത്തില്ല. അതിന് കാരണം വ്യക്തിപരമായി രാഹുൽ മാങ്കൂട്ടത്തിനോട് പിണറായി വിജയനും ഭാര്യയ്ക്കും മകനും മരുമകനും മകൾക്കുമുള്ള ദേഷ്യമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടം ഇവർക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. പലപ്പോഴും ആഞ്ഞടിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഞാൻ പറയുന്നതും അതൊന്നും മറ്റൊന്നുമല്ല. രണ്ടാമത്തെ പരാതിയുടെ കാര്യമാണ് പറയുന്നത്. രണ്ടാമത്തെ പരാതി ആർക്കാണ് പരാതി കിട്ടിയത്? KPCC പ്രസിഡന്റിനാണ്. ഈ KPCC പ്രസിഡന്റിന് കിട്ടിയ പരാതി അവരെന്ത് ചെയ്തു? ഒരു മാന്യമായ രൂപത്തിൽ നിയമപരമായിട്ട് പോയിക്കോട്ടെ, CPM എന്താ ചെയ്യുന്നത്, P ശശിന്റെ കേസൊക്കെ പാർട്ടിക്ക് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് പൂഴ്ത്തിവെക്കുകയാണ് ചെയ്തത്. അത് പോലീസിന് കൊടുത്താൽ അല്പം P ശശി അറസ്റ്റിലാകും. ഒരു MLA യുടെ മകളെയാണ് കയറി പിടിച്ചത്. ഒരു DYFIയുടെ ഭാര്യയാണ് ബലാത്സംഗം ചെയ്തത്. അപ്പൊ ഇവിടെ അങ്ങനെയല്ല. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് കിട്ടിയ പരാതി അദ്ദേഹം എന്ത് ചെയ്തു? പോലീസിന് DGP ഫോർവേഡ് ചെയ്തു. DGP അത് കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു. അവരെന്താ ചെയ്യേണ്ടത്? കൃത്യമായി അന്വേഷിച്ച് ബോധ്യപ്പെട്ട് മാത്രമാണ് അതുമായി നടപടി കൊണ്ടത്. ഇതിൽ രാഹുൽ മാങ്കൂട്ടം മുൻകൂർ ജാമ്യം കിട്ടിയത് കൊണ്ട് ആദ്യമേ അറസ്റ്റ് തടഞ്ഞു. മുൻകൂർ ജാമ്യം കിട്ടിയത് നമ്മൾ അതിനെ തർക്കത്തിനില്ല. അപ്പൊ ആ കേസിൽ കോടതി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞത്, ഈ പറയുന്ന അതിജീവിക്ക്, ബാംഗ്ലൂർക്കാരി അതിജീവിക്ക്, 23 വയസ്സുള്ള അതിജീവിതയ്ക്ക് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് അറിയിച്ചത്. മാത്രമല്ല ഒരു 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനും താല്പര്യമില്ലെന്ന് പോലീസിന് അറിയിച്ചു. ഇതോടുകൂടി ആ കേസേ നിലനിൽക്കുകയില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടാണ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. അതിൻ്റെ അകത്തും വളരെ വിശദമായ കുറേ കാര്യങ്ങളുണ്ട്, ഞാനൊന്ന് വായിക്കാം. സുപ്രധാനമായൊരു കാര്യമാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പോലീസിന് അവരെ പെൺകുട്ടി അറിയിച്ച്, എനിക്ക് 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ താല്പര്യം, കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അർത്ഥം കേരള കേസാണ് കൊടുത്തത്. അതായത് വലിയ ഓഫർ കൊടുത്ത് ആ കുട്ടിയെ കൊണ്ടുവന്നതായിരുന്നു, പക്ഷെ ചീറ്റിപ്പോയി. ഇപ്പോൾ രാഹുൽ 36 വയസ്സ്, രാജേന്ദ്രക്കുറുപ്പ്, ആറ്റുവിളകത്ത് വീട്, മുണ്ടപ്പള്ളി, പാറക്കോട്ടം PO, പത്തനംതിട്ടയിലാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. നമ്മളെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ
അതിൽ നമ്മൾ അവരെ പേര് നമുക്ക് വെളിപ്പെടുത്താനും പറ്റില്ല, ഒരു പേര് പോലെ കൊടുക്കില്ല കോടതി. അത് ഈ ജീവിതം തന്നെ പറയാം. അതിനകത്ത് ദ പെറ്റീഷണർ ഈസ് അലൈഡ് ടു ഹാവ് കമ്മിറ്റഡ് ആൻ ഒഫൻസ് പണിഷബിൾ അണ്ടർ സെക്ഷൻ 376 ഓഫ് ദ ഇന്ത്യൻ പീനൽ കോഡ് ആൻഡ് ക്രൈം നമ്പർ ഡാഷ് ഡാഷ് പറയാൻ പാടില്ല. if the crime branch police station is registered against the petitioner arraying him as the sole accused. ഇതിൽ 11ാം പേരിൽ the learned counsel for the petitioner vehemently argued that this is a false, frivolous and politically motivated case. To buttress his argument, it is submitted that the victim chose to approach the president of Kerala Pradesh Congress Committee instead of filing a complaint to the police. അതായത് അതിന്റെ തന്ത്രം എന്തായിരുന്നു വെച്ചാൽ, ഇത് കോൺഗ്രസിനെ കുടുക്കിൽപ്പെടുത്താൻ വേണ്ടി തന്ത്രപരമായി പിണറായി വിജയന്റെയും അതേപോലെ പി ശശിയുടെ ഒക്കെ തന്ത്രങ്ങൾ പ്രകാരം ഈ പെൺകുട്ടിയെ കൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെ പരാതി അയക്കുക, എന്നിട്ട് അത് പോലീസിന് കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിനെയും കൂടി ഉൾപ്പെടുത്താന്നുള്ള തന്ത്രമായിരുന്നു ആരുടേത്, പി ശശിയുടെയും പിണറായി. പക്ഷെ അതിന് സണ്ണി ജോസഫ് തയ്യാറായില്ല. അദ്ദേഹം പാർട്ടി അങ്ങനെ തീരുമാനിച്ചു, നേരെ ആർക്ക് കൊടുത്തു, പോലീസിന് കൊടുത്തു. അല്ലായിരുന്നെങ്കിൽ ഇത് മറച്ചു വെച്ചതിന് സണ്ണി ജോസഫിനെ ഇവര് ആര് കൈകാര്യം ചെയ്യുമായിരുന്നു, ഡിവൈഫൈയും അതേപോലെ CPM-ഉം സൈബർ സെല്ലൊക്കെ കൈകാര്യം ചെയ്യുമായിരുന്നു. മാത്രമല്ല കേസിൽ പ്രതിയാക്കാനും ശ്രമിക്കും. ഇറ്റ് ഈസ് ഫർദർ പോയിന്റഡ് ഔട്ട് ബൈ ദ ലേൺഡ് കൗൺസിൽ ഫോർ ദ പെറ്റീഷണർ ദാറ്റ് ദ വിക്ടിം ഹാസ് ഇൻ ഫാക്ട് no intention to initiate criminal action against the petitioner, and it is clear from her conduct of refraining herself from giving a police complaint. പോലീസിന് പരാതി കൊടുക്കാതെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന് പരാതി കൊടുത്ത വഴി ഇത് കേസുമായി മുന്നോട്ട് പോകാൻ യാതൊരു താല്പര്യവും ഇല്ല പെൺകുട്ടി അതിജീവിതയ്ക്ക് എന്നാണ് അതുകൊണ്ട് വ്യക്തമാവുന്നതെന്നാണ് അഡ്വക്കേറ്റ് വാദിച്ചത് കോടതി പറയുന്നത്. ഈ വിധി പറയും, ഇറ്റ് ഈസ് ഫർദർ സബ്മിറ്റഡ് ബൈ ദ പെറ്റീഷണേഴ്സ് കൗൺസിൽ ദാറ്റ് in the statement given by the victim, അതാണ് പ്രധാനം. Initially it is stated that she is not interested to proceed with the case, being afraid, and later it is called off. ഇത് തള്ളപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഈ കേസുമായി യാതൊരു തരത്തിലും മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, പരാതിയുമായിട്ട് നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. അതായത് പിണറായി വിജയന്റെ രണ്ടാമത്തെ കേസ് ചീറ്റിപ്പോയത് ആ പെൺകുട്ടിയോട് നിർബന്ധിച്ച് പരാതി കൊടുപ്പിച്ചു എന്നുള്ള സത്യം പിന്നീട് അത് സത്യമല്ലാത്ത കാര്യങ്ങളായതുകൊണ്ട്, കെട്ടിച്ചമച്ച കാര്യങ്ങളായതുകൊണ്ട് ആ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പോലീസിനെ അറിയിച്ചു എന്ന് കൃത്യമായിട്ട് കോടതി തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് രണ്ടാമത്തെ അതിജീവിത കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ താല്പര്യമില്ല. ഈ കേസ് തന്നെ, രണ്ടാമത്തെ കേസ് തന്നെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് രാഹുൽ മാങ്കൂട്ടനെതിരെ ഉള്ള കേസിന്റെ സ്ഥിതി. അതായത് സംസ്ഥാനത്തിന്റെ MLA-ക്കെതിരെ കേസെടുക്കുമ്പോൾ 10 തവണ ആലോചിച്ചിട്ട് വേണം പോലീസ് കേസെടുക്കേണ്ടത്. കാരണം നിയമപരമായിട്ട് മാത്രമേ പോകാവൂ. ആ നിയമപരമായി പോകുന്നതിന് പകരം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പിണറായി വിജയൻ ചരിത്രത്തിൽ ആദ്യമായി നിശ്ചയിച്ചു. അങ്ങനെയുള്ള കേസിൽ ഇത് കിട്ടിയ പാടെ കിട്ടാത്ത പാടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ എല്ലാ വഴികളും സ്വീകരിച്ചെങ്കിലും രാഹുൽ മാങ്കൂട്ടം ഉടനെ പ്രശസ്ത അഡ്വക്കേറ്റ് ശാസ്ത്രമംഗൽ അജിത് കുമാർ വഴി തിരുവനന്തപുരത്ത് സെഷൻസ് കോടതിയിൽ ജാമ്യത്തിന് അപേക്ഷിച്ചു. സാധാരണ സെഷൻസ് കോടതി ഈ ജഡ്ജ് ജാമ്യം കൊടുക്കാത്തതാണ്. പക്ഷേ ഈ ജഡ്ജ് വളരെ ഗൗരവമായി ഇത് പരിശോധിച്ച് ഈ പെൺകുട്ടി തന്നെ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, ഒരു തരത്തിലും എനിക്ക് താല്പര്യമില്ല എന്ന് അറിയിച്ചു എന്നുള്ളതോട് കൂടിയിട്ട് കേസുമായി കേസ് അവസാനിച്ചു എന്ന് തന്നെ കരുതാം. കാരണം പോലീസിന് കേസ് എഴുതി തള്ളേണ്ട ഒരു രണ്ടാമത്തെ കേസ്. കാരണം അതിൽ രാഹുൽ മാങ്കൂട്ടം തിരിച്ച് കേസ് കൊടുത്താൽ തീർച്ചയായിട്ടും ആര് ബുദ്ധിമുട്ടും, ഈ പറയുന്ന സർക്കാർ വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരും. പിണറായി വിജയന്റെ ഗൂഢാലോചന പ്രകാരമാണ് രണ്ടാമത്തെ ഈ 3 കേസുകളും വന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രണ്ടാമത്തെ കേസ് പറയുന്ന കാര്യം. The learned public prosecutor submitted in this regard that the allegation being a non-bailable and a cognizable offence, it is the duty of state to give protection to the victim to initiate criminal proceedings. അതായത് അവർ ക്രിമിനൽ പ്രൊസീഡിങ്സായി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള എല്ലാ സംരക്ഷണവും ഇത്തരത്തിൽ പരാതിയുമായി വന്ന പെൺകുട്ടിയുടെ അടിസ്ഥാനത്തിൽ പരാതി കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ കേസുമായി മുന്നോട്ട് പോകണം, മുൻകൂർ ജാമ്യം കൊടുക്കരുത് എന്നാണ് അവിടെ വാദിച്ചത് കോടതി, അല്ലെങ്കിൽ കോടതിയിലെ പ്രോസിക്യൂട്ടർ. With these contentions, this court finds it appropriate to note that even in the initial complaint given by the victim
to the President Kerala Pradesh Congress Committee, it is stated that the crime branch already possessed her details, which appears to you be suspicious as to how the police carry the details of the victim, even when she had not chosen to file a complaint to the police. അതായത് പോലീസിൽ പരാതി കൊടുക്കാൻ താല്പര്യമില്ലാത്ത ഒരു പരാതിക്കാരിയുടെ ഡീറ്റെയിൽ എങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് എടുത്തതെന്ന് സംശയാസ്പദമാണ്. അതായത് ക്രൈംബ്രാഞ്ച് കെട്ടിച്ചമച്ച കേസാണ് ഉണ്ടാക്കിയതെന്ന് വേറെ എന്തെങ്കിലും തെളിവ് വേണോ? കോടതി പറഞ്ഞിരിക്കുന്ന രേഖകൾ നോക്കിയിട്ട്. മാത്രമല്ല, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കാണ് പരാതി കൊടുത്തത്, അല്ലാതെ പോലീസിനല്ല. അവർക്ക് പരാതിയുമായി യാതൊരു പോകാൻ താല്പര്യമില്ല. എന്നിട്ടും ഇത്രയും തെളിവുകളൊക്കെ, ഇല്ലാത്ത തെളിവുകളൊക്കെ, കെട്ടിച്ചമച്ച തെളിവുകളൊക്കെ ഉണ്ടാക്കിയത് ക്രൈംബ്രാഞ്ച് എങ്ങനെ ഉണ്ടാക്കി എന്നാണ് കോടതി ചോദിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിനെ കൊണ്ട് ഫാബ്രിക്കേറ്റ് ചെയ്ത തെളിവുകൾ ഉണ്ടാക്കുന്നു എന്ന് കൃത്യമായി കോടതി പറഞ്ഞിരിക്കുകയാണ്. Apparently, the statement of the victim is taken by the police only after registering the first information report. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫസ്റ്റ് ഇൻഫർമേഷൻ വിക്ടിമിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തത് ഈ FIR രജിസ്റ്റർ ചെയ്ത ശേഷമാണ്. അത് നിയമവിരുദ്ധമാണ്. എങ്ങനെയാണ് ആദ്യം ചെയ്യേണ്ടത്? ആദ്യം FIR പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടിയുടെ, ആ അതിജീവിതയുടെ മൊഴിയെടുത്ത് അത് ഒപ്പിട്ട് മേടിക്കണം. അതും എന്തിലായിരിക്കണം? ക്യാമറയിലേക്ക് വീഡിയോ ചെയ്യണം, വീഡിയോയിൽ പകർത്തണത്. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പകരം നേരിട്ട് അങ്ങോട്ട് FIR അങ്ങോട്ട് ഇട്ടു എന്നുള്ളതാണ് പറയുന്നത്. വളരെ ഗുരുതരമായ കുറ്റമാണ് കോടതി കണ്ടെത്തി. ഇത് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലും ഉള്ളത്. മൂന്നാമത്തെ കേസിൽ കന്നഡക്കാരി കൊടുത്ത പരാതി ഇമെയിൽ വഴി കിട്ടി. അത് അവരുടെ മൊഴിയെടുത്ത് ഒപ്പിട്ട് മേടിക്കേണ്ടതുണ്ട്, വീഡിയോ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടായില്ല. പിന്നെ മെഡിക്കൽ എന്ത് ചെയ്യണം? അവരെ മെഡിക്കൽ ചെക്കപ്പ് നടത്തണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. ഈ പെൺകുട്ടിയുടെ കാര്യത്തിലും മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായില്ല. അതായത് കള്ളക്കേസാണ്, തീർത്തും കള്ളക്കേസ്. കെട്ടിച്ചമച്ച കേസുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ എന്നുള്ള തെളിയിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, ആ പെൺകുട്ടി കേസുമായി മുന്നോട്ട് പോകാൻ യാതൊരു താല്പര്യമില്ല എന്നുള്ള അവസ്ഥയ്ക്ക് അവര് പോവുകയാണ്. വിത്ത് ദിസ് background, the chance of the complaint being filed under pressure cannot be ruled out. അതായത് അതിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, പ്രഷറിന്റെ, സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ FIR രജിസ്റ്റർ ചെയ്തതും കേസ് രജിസ്റ്റർ ചെയ്തതും അതേപോലെ ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ ഒരു പരാതി അയപ്പിച്ചതും. അതായത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ സംശയത്തിന് നിഴലിൽ കൊണ്ടുവരികയും എന്നിട്ട് അവരെയും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തുകയും എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരാക്കുകയും ഒക്കെ ചെയ്യാനുള്ള തന്ത്രമായിരുന്നു പിണറായി വിജയനും ശശിക്കും സംഘത്തിനും. അത് കൃത്യമായി കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. പ്രഷറിന്റെ അടിസ്ഥാനത്തിലാണ്, അതായത് സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് FIR രജിസ്റ്റർ ചെയ്തത് പോലീസ്, അല്ലാതെ ശരിയായ വിധത്തില എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ സെഷൻസ് ജഡ്ജ് ആരാണ്? നസീറ, ബഹുമാനിയായ നസീറ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ജഡ്ജാണ്. ഇത് വളരെ സുപ്രധാനമായ കാര്യമാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസുകളെല്ലാം എങ്ങനെയുള്ള കേസുകളാണ്? തട്ടിപ്പ്. നസീറ IAS ബഹുമാനപ്പെട്ട സെഷൻസ് ജഡ്ജ് തിരുവനന്തപുരം വളരെ ഗംഭീരമായ ഉത്തരവാണ്. മാത്രമല്ല, വലിയ ഗുരുതരമായ ആരോപണമാണ് ഗവൺമെന്റിനെതിരെ ഉള്ളത്. ഇപ്പോഴിതാ ഒരു പെൺകുട്ടിയെയും 2 ആൺകുട്ടിയെയും പൈസ കൊടുത്ത് കേസിൽ പരാതി കൊടുക്കാൻ ശ്രമിക്കുന്നു ശശിയും അതേപോലെ പിണറായി വിജയനും എന്നുള്ള ഒരു ആരോപണം ഇപ്പം വന്നിരിക്കുകയാണ്. അവരതിന്റെ പിന്നിലാണ്. വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. എത്ര കള്ളക്കേസ് എടുത്താലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ജനലക്ഷങ്ങളാണ് പിന്തുണയുമായി എത്തിയിരിക്കുന്നത്. അതിന് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത കേസ് കള്ളക്കേസ് ആയതുകൊണ്ടാണ്. ശരിയായൊരു കേസിൽ ആരും തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്യില്ല. ഇവിടെ ശരിയായ കേസല്ല. നിയമപരമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശരിയായ തെളിവുകളൊന്നുമില്ല. നന്ദി, നമസ്കാരം.